കുട്ടികളിൽ ജന്മനാ ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് പോളിഡാക്ടൈലി എന്ന് പറയുന്നത്. നമ്മൾ ചിലരിൽ കാണും 5ൽ കൂടുതൽ വിരലുള്ളവരെ കാണും. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സിനിമാ നടൻ ഋത്തിക് റോഷൻ തന്നെ തള്ളവിരലിൽ എക്സ്ട്രാ ഒരു വിരൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അതിൻ്റെ പറയുന്ന അസുഖത്തിൻ്റെ പേരാണ് പോളിഡാക്ടൈലി. അതിപ്പോൾ നമുക്ക് തള്ളവിരലിൻ്റെ ഭാഗത്താണെങ്കിൽ നമ്മൾ റേഡിയൽ പോളിഡാക്ടൈലി എന്നും അല്ലെ ചെറുവിരലിൻ്റെ അവിടെ ഭാഗത്തായിട്ടാണെങ്കിൽ നമ്മൾ അൾനാർ പോളിഡാക്ടൈലി എന്നും പറയും. അപ്പോൾ ഇതിലുള്ള ഈ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം സ്കിന്നും ഫാറ്റും മാത്രമായിട്ടുള്ളൊരു ചെറിയൊരു ബോൾ പോലെ മാത്രമേ നിൽക്കത്തുള്ളൂ, ചെറിയൊരു കണക്ഷൻ മാത്രമായിട്ട് നിൽക്കത്തുള്ളൂ. ചിലർക്കത് കംപ്ലീറ്റ് ആയിട്ട് ഫോംഡ് ആയിട്ടുള്ളൊരു ഫിംഗറായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ ബേസിക്കലി എല്ലാവർക്കും സർജറി വേണമെന്നില്ല. വേണ്ടവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയ്യിലും കാലിലും കാണുന്നൊരു അസുഖമാണ്. അപ്പോൾ അതിൽ നമ്മൾ ജനറ്റിക്കലായിട്ട് ഉണ്ടാകുന്ന ഓരോ അബ്നോർമാലിറ്റി കാരണം ഉണ്ടാകുന്ന ഈ അസുഖം കാരണം അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് മാറുവാണെങ്കിൽ മാത്രമേ സർജിക്കലായിട്ട് പോകാറുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ ഷൂ ഇടാൻ നോക്കുമ്പം ഈ 6 വിരലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷൂ ഇടാൻ പറ്റുകയില്ല. അതെവിടെയെങ്കിലും തട്ടി മുറിവുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ പിന്നെ കൈയിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുമ്പം ആ കയ്യിൽ പെട്ടെന്ന് ആ വിരലുകളിൽ പെട്ടെന്ന് മുറിവ് ഉണ്ടാവുകയും അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉള്ളവർക്ക് നമ്മൾ സർജിക്കലി അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതിന് ബേസിക്കലി നമ്മൾ കാണേണ്ടത് ഒരു പ്ലാസ്റ്റിക് സർജനെയാണ് ഇങ്ങനത്തെ പീഡിയാട്രിക് ഹാൻഡ് അനോമലീസ് വരുന്നവർക്ക് കാണേണ്ടത്. കുട്ടികളിലുണ്ടാകുന്ന പോളിഡാക്ടൈലി നമുക്ക് സർജിക്കലി നമുക്ക് റിമൂവ് ചെയ്യാൻ മാക്സിമം നമുക്കൊരു 1 ഇയറിനുള്ളിൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിരുന്നു. അതാണ് പെർഫെക്റ്റ് ടൈമിംഗ് ഫോർ ദ സർജറി.